നമ്മളൊന്നുകൊണ്ടും അഹങ്കരിച്ചിട്ടൊരു കാര്യമില്ല ഗൈസ്. നമ്മൾ വലിയ ആരോ ആണെന്നോ, നമ്മൾ വലിയൊരു നിലയിലെത്തിയെന്നോ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെന്നോ ഒന്നും പറഞ്ഞ് അഹങ്കരിച്ചിട്ട് കാര്യമില്ല. എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചത് എന്താണെന്നറിയോ? വെറും ഒരു മിക്സറിൻ്റെ ഒരു മണി മതി നമ്മുടെ ഒരു പല്ല് പൊട്ടാൻ. എൻ്റെ പല്ല് പൊട്ടി ഗൈസ്. ഞാൻ ഈവനിങ് അല്ലേ ചായ കുടിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് എൻ്റെ മോനെ പീടിയെ പറഞ്ഞ് വെച്ച് മിക്സർ വാങ്ങിപ്പിച്ച്. അപ്പം മിക്സർ തിന്നുകൊണ്ട് നിൽക്കുമ്പോൾ കൂടെ നിന്നില്ലേ. അപ്പം ഞാൻ വിചാരിച്ചു ഈ മിക്സറിൻ്റെ അകത്ത് കല്ലോ ഗൈസ്, ഉണ്ടാക്കിയവൻ്റെ വീട്ടിൽ പോയി തല്ലണം എന്ന് വിചാരിച്ചാ. അപ്പം ഞാനത് എടുക്കുകയും ചെയ്തു. അപ്പോഴാണ് ആ നഗ്ന സത്യത്തെ ഞാൻ മനസ്സിലാക്കുന്നത്. അത് മിക്സറിൻ്റെ മണിയല്ലായിരുന്നു, എൻ്റെ പല്ലായിരുന്നു. അപ്പോൾ നാളെ പല്ലിൻ്റെ ഡോക്ടറെ അടുത്ത് പോകണം. ആ കല്ലിലും ഞാനൊരു കാര്യം പറയട്ടെ. ഞാനും എൻ്റെ 2 സഹോദരങ്ങളും എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കടം പറയുന്ന കാര്യം എന്താണെന്നറിയോ? എൻ്റെ ഉമ്മയുടെ കുടുംബം ഒരൊറ്റ പല്ലില്ലാത്തവരാ. കുഞ്ഞിലേ അവരുടെ പല്ല് കംപ്ലൈൻറ്റാണ്. ഓൾമോസ്റ്റ് എല്ലാവരുടെയും പല്ല് പറിച്ച്. ഉമ്മാമക്കൊന്നും പല്ലില്ലായിരുന്നു, ഒക്കെ വകുപ്പല്ലായിരുന്നു. അപ്പോൾ ആ ഒരു പാരമ്പര്യം ഞങ്ങൾക്ക് 3 കറക്റ്റ് കിട്ടിയിരിക്കും. ആ ഒരു കാര്യത്തിൽ ഭയങ്കര അഭിമാനം. കാരണം ഉമ്മാൻ്റെ പാരമ്പര്യം പല്ലില്ലായ്മ അത് ഞങ്ങൾക്ക് കിട്ടി. കാരണം എൻ്റെ പല്ല് കേടാണ്, ഏട്ടത്തിൻ്റെ പല്ല് കേടാണ്, മൂത്ത ആളുടേതും അല്ല രണ്ടാമത്തെ ആളുടേതിലും കേടുണ്ട്. പക്ഷേ ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ? എൻ്റെ വാപ്പാക്ക് 65 വയസ്സായി. ഇന്നേ വരെ ഒരു പല്ല് വേദനയും വന്നിട്ടില്ല. ഇന്നേ വരെ ഒരു പല്ല് പറിച്ചതും കണ്ടിട്ടില്ല, കേടായിട്ട് നന്നാക്കിയിട്ടുമില്ല, ഒന്നുമില്ല. അപ്പം അത് പാപ്പയല്ലേ എന്നുള്ള അതിനേക്കാട്ടിലുപരി ഞാൻ പറയട്ടെ, എൻ്റെ ഉമ്മാമ്മ മരിക്കുന്ന സമയത്ത് ഏകദേശം 98 99 ഇനി സെഞ്ചുറി ആണോ എന്നറിയില്ല, 100 ഉണ്ട് വയസ്സ്. എൻ്റെ അമ്മാമ്മൻ്റെ ഒരു പല്ല് പോലും പറിച്ചിട്ടില്ല, ഒരു പല്ല് പോലും കംപ്ലൈൻ്റ് ഇല്ലായിരുന്നു, ഒരു പല്ലിന് പോലും ഒരു പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ ആ കാര്യത്തിൽ ഞങ്ങൾ ഭയങ്കര ഭാഗ്യവതികളാണ്. പല്ലിൻ്റെ കാര്യം ഉമ്മാൻ്റെ വീട്ടിലേക്ക് കിട്ടി. ഓക്കെ, പല്ലല്ലേ പോട്ടെ. എന്നാൽ പിന്നെ നമുക്ക് മുടി പിടിക്കാം. എൻ്റെ ഉമ്മാമ്മ മരിക്കുന്നിടത്തോളം എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മാമ്മൻ്റെ മുടിയൊക്കെ ഈ പറഞ്ഞതോണം വെളുത്തിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ വെളുത്തിട്ടുണ്ട്. എൻ്റെ അമ്മാൻ്റെ തലയിൽ ഒരു മുടി എങ്ങാനുണ്ട് കറുത്തത്. എൻ്റെ ബാപ്പാടേതാണെങ്കിലോ ഒന്നുമില്ല കറുത്തത്. അപ്പം പിന്നെ ഭയങ്കര അഹങ്കാരം കിട്ടി. ബാപ്പാൻ്റെ കുടുംബത്തിലെ പാരമ്പര്യം കിട്ടി. ഇതുകൊണ്ട് ഇവിടെ എവിടെയോ നിറച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഉമ്മാൻ്റെ കുടുംബം, ഉമ്മാക്ക് ഇപ്പോഴും കറുത്ത മുടി തന്നെ. ഉമ്മാക്കും ഉണ്ടായിരുന്നു കറുത്ത മുടി. ചിറ്റക്കൊക്കെ അങ്ങനെയാണ് കറുത്ത മുടിയാണ്. ആ പാരമ്പര്യം ഞങ്ങൾക്ക് കിട്ടിയില്ല. എന്തൊക്കെ കിട്ടണമെന്ന് ആഗ്രഹിച്ചോ ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ പറയേണ്ട കാര്യം എന്താ വെച്ചാൽ ഷുഗർ. എൻ്റെ വാപ്പയുടെ കുടുംബത്തിൽ ഒരാൾക്കും ഷുഗർ ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എൻ്റെ വാപ്പയുടെ കുടുംബത്തിൽ വാപ്പാക്കോ വേണ്ട, മാമനെ തന്നെ നമ്മൾ പിടിച്ച് കളിക്കണം. 100 വയസ്സായ എൻ്റെ അമ്മാമ്മക്ക് പോലും ഷുഗർ ഇല്ലായിരുന്നു. മധുരട്ട് ചായ കുടിക്കുകയും വയസ്സാകാൻ കാലത്തും. പക്ഷേ എൻ്റെ ഉമ്മ വീട്ടുകാർ എല്ലാത്തിനും ഷുഗറാണ്, ഒറ്റ ഒന്നിനില്ലാണ്ട് ഷുഗറാണ്. കിടക്കുന്നു. എനിക്കില്ല കേട്ടോ, എനിക്ക് ഷുഗർ കുറയലാണ് സ്വഭാവത്തിൽ, ആവശ്യത്തിൽ അത് കണ്ടിട്ടോ. പക്ഷേ എൻ്റെ രണ്ടാമത്തെ സിസ്റ്റർ ഷുഗർ, മൂത്തോക്കും ഇല്ലയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അത് പോട്ടെ. ഷുഗർ നമ്മളവിടെ വിട്ട്. തൈറോയിഡ് എൻ്റെ ഉമ്മ കുടുംബത്തിൽ ആർക്കും ഇല്ല. ബാപ്പ കുടുംബത്തിൽ അമ്മായിക്കുണ്ട്.
അതേ പോണം. എനിക്ക് തൈറോയിഡ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എൻ്റെ ഏട്ടത്തിക്കുണ്ട്. അപ്പോൾ എന്തൊക്കെ നെഗറ്റീവ് ഉണ്ടോ ഉമ്മക്കുടുംബത്തിലും പാപ്പ കുടുംബത്തിലും ഒക്കെ ഏറ്റുവാങ്ങാനായിട്ട് ഞങ്ങൾ 3 പെൺകുട്ടികൾ. എന്തൊരു കഷ്ടമാണല്ലേ. എനിക്കാണെങ്കിൽ ആ മിച്ചറുണ്ടാക്കിയാൽ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒറ്റ വട്ടിന് ഞാൻ 2 കഷ്ണമാക്കുമായിരുന്നു. പക്ഷേ എന്നാലും എൻ്റെ പല്ലേ കണ്ടാൽ പുറമെ ഭയങ്കര 32 അവിടെ തന്നെ കിടക്കുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ എൻ്റെ പല്ല് കേട് വരികയല്ല ചെയ്യുക. അവിടെ എനിക്കൊരു പല്ലിന് വേദന ഉണ്ടാ കണ്ട, എൻ്റെ പല്ല് കേട് വരില്ല. പക്ഷേ കേട് വരാതെ പല്ലിന് പുളിപ്പ് വരും. എന്നിട്ട് അതടിച്ച് അതിന് കവറിട്ട് ഈ കളി കളിക്കണം. ആണെങ്കിൽ നാവിന് തട്ടുന്ന ഗൈസ്. എനിക്ക് എന്തോ ഒരു അലമ്പ് പോലെ. എന്നോട് വണ്ടി ഓടിക്കരുത് എന്ന് പറഞ്ഞാൽ മറ്റേ ഞാനിപ്പം തന്നെ പോവുമായിരുന്നു. എന്തൊരു കഷ്ടമല്ലേ. എന്നാലും എൻ്റെ മിച്ചർ എന്നോട് ഇങ്ങനെ ചെയ്യുന്ന ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. കരയണമെന്നുണ്ട്, പക്ഷേ ഞാൻ കരഞ്ഞാൽ നിങ്ങൾ ഇരിക്കൂലേ. ഡോക്ടർ എന്നോട് ബെഡ് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. ഞാനിതേ ബെഡ് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു. എണീറ്റ് നടക്കരുതെന്ന് പറഞ്ഞു. എന്ത് ഇയർ ബാലൻസ് പോകുന്നുണ്ടല്ലോ, ബ്ലഡിൻ്റെ ഒരു കുറവ് കാണുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നെ കണ്ട അസുഖക്കാരിയൊന്നും തോന്നില്ലല്ലോ. ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടൊക്കെ പറഞ്ഞത് പോണ ഗൈസ്. എനിക്ക് ലിപ്സ്റ്റിക്ക് മേടിക്കണം. കൺമഷി ഓൾമോസ്റ്റ് ഇവിടെ ഉണ്ട്. കൺമഷി ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ എത്രയോ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഇരട്ടപ്പേര് കൺമഷി എന്നായിരുന്നു. അപ്പോൾ അത്രമേൽ കണ്ണെഴുതായിരുന്നു ഞാൻ. കണ്ണെഴുതാതെ പുറത്തിറങ്ങാൻ എനിക്ക് കണ്ണെഴുതാതെ പോയാൽ എന്താ പറയാമെന്ന് എനിക്ക് പറഞ്ഞു അമ്മാതിരത്തെ വിഷമമായിരുന്നു. അങ്ങനെ ഇരിക്കെ 1992 2005 എന്നൊക്കെ പറയണമെന്നുണ്ട് വർഷം എനിക്കറിഞ്ഞൂടാണ്. ഒരു മൊയന്തനെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ മൊയന്തൊക്കെ എന്നോട് മോഹബത്ത്. എന്ത് കളി, എന്ത് പറയാനാ ഗൈസ്. സൗന്ദര്യം മനുഷ്യൻ്റെ ശാപമല്ലേ. അപ്പം മൊയന്ത എന്നോട് പറഞ്ഞു, എന്നോട് ഇഷ്ടമുള്ളിടത്തോളം കാലം നീ കണ്ണെഴുതണമെന്ന്. ഞാൻ അന്ന് തുടങ്ങിയിട്ട് കണ്ണെഴുതാണ്ട് കിടക്കൽ. പക്ഷേ എഴുതു കേട്ടോ. എന്ന് വെച്ചാൽ മറ്റെനിക്ക് മുറ്റത്തിറങ്ങണേ കണ്ണെഴുതണ്ടേനു. ഇപ്പം ആ മൊയന്തനെ വിചാരിക്കുമ്പോൾ കണ്ണ് ചൂന്ന് എടുത്താഞ്ഞാലോ എന്ന് വിചാരിക്കും. അജാതി ഒരു മൊയന്തായിരുന്നു. ഒരു 9 കേട്ടോ. അവനാണും അല്ല പെണ്ണുമല്ല. കാരണം നടത്തൊക്കെ എങ്ങനെയാണ് ടീം തിരികിടതോം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ, എവിടെയാണെന്നറിയാം, നെസ്റ്റോല് ഹൈലൈറ്റ് മാളിൽ അവിടെ പോയപ്പം ഡാസിലറിൻ്റെതാണെന്ന് തോന്നുന്നു ഒരു ഐലൈനറും ഒരു മറ്റേ സ്റ്റിക്കി കൺമഷി ഉണ്ടല്ലോ അത് തിരിക്കുന്നത്, അതും കൂടി ഓഫർ 500 ആയിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ പൊതുവേ ഐലൈനർ മേടിക്കാറില്ല. എനിക്ക് ഏത് വാട്ടർ പ്രൂഫാന്ന് പറഞ്ഞാലും ഐലൈനർ എഴുതിയ സ്പോട്ടിന് എനിക്ക് സ്പ്രെഡ് ആവുമായിരുന്നു. അപ്പോൾ ഞാൻ ഐലൈനർ എന്തിനാണ് എടുത്തതെന്നറിയോ? ഞാൻ ഏറ്റവും കൂടുതൽ മേടിക്കുന്നൊരു സംഭവം ജെല്ലായിരുന്നു. നല്ല അടിപൊളി ജെല്ല്. എനിക്ക് മുമ്പ് എൻ്റെ ഇക്കാക്ക ഗൾഫിൽ നിന്ന് കൊടുത്തയച്ചാട്ടോ ജെല്ല്. അന്ന് എനിക്കറിയില്ല ഇതെന്താ സംഭവം എന്നില്ല. പക്ഷേ വാട്ടർ പ്രൂഫാണ്, നല്ല ലാസ്റ്റ് ചെയ്യും. അപ്പം ഞാൻ ഈ ജെല്ല് പൊന്നുപോലെ കൊണ്ടുണ്ടെടുക്കുക. ഒരു ദിവസം ജെല്ല് മിസ്സായിടോ. എവിടെ വെച്ചെന്ന് എനിക്കൊരു പിടുത്തമില്ല. കാരണം ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങുമ്പോൾ ലിപ്സ്റ്റിക്കും കൺമഷിയും എൻ്റെ കൂടെ ആരാണോ വരുന്നത് അവരുടെ പോക്കറ്റിൽ ഇട്ട് കൊടുക്കും. എനിക്കൊന്ന് ടച്ച് ചെയ്യാനും പ്രോഗ്രാമിനൊക്കെ പോകുന്ന സമയത്ത്. പക്ഷേ എൻ്റെ ഈ ജെല്ല് എവിടെയാണ് മിസ്സായതെന്ന് എനിക്കറിയില്ല. എനിക്ക് കറുത്ത കുറി ഭയങ്കര ഇഷ്ടമാണ്. കറുത്ത കുറി എൻ്റെ അറിവ് വെച്ചിട്ട് ഗണപതി ഹോമം കഴിച്ചാലാണ് കിട്ടുകയെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ കുറി തൊട്ട് നടക്കുന്ന ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ അരുണേട്ടനുണ്ടല്ലോ ഡെയിലി ഈ കറുത്ത കുറി തൊടുക. അപ്പോൾ ഇവൻ രാവിലെ തൊട്ട് പോയാലും
വൈകുന്നേരം വരുമ്പോഴൊക്കെ നല്ല പെർഫെക്ഷനോടുകൂടെ കൺമിഷ് അവിടെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇവൻ അമ്പലവാസിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവന് ഞാനറിയാതെ അമ്പലത്തിൽ പോയപ്പോൾ ഗണപതി ഹോമം ഞാൻ കഴിച്ചിട്ട് കിട്ടിയതായിരിക്കും. എനിക്ക് ഈ പൊട്ടിനെ കുറിച്ചൊന്നും വലിയ പിടുത്തമില്ലല്ലോ. അങ്ങനെ ഇരിക്കും ഞാൻ എന്തോ ഒന്ന് തപ്പുക ഇവൻ്റെ ബാഗിൽ. എൻ്റെ പൊന്നാര മക്കളെ, ഞാൻ നെഞ്ച് പൊട്ടി മരിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. എൻ്റെ ഒരു ജെല്ലി കൺമഷും എൻ്റെ ഒരു ലിപ്സ്റ്റിക്കും. ലിപ്സ്റ്റിക്ക് എന്ന് വെച്ചാൽ അടിപൊളി ഒരു ഷെയ്ഡാണ്. ഈ ഒരു റോസ് കളർ, ചിലർ സിന്ദൂരം തൊടരില്ലേ, അങ്ങനത്തെ ഒരു മോഡൽ ലിപ്സ്റ്റിക്ക്. ഇവനൊന്നെങ്കിൽ ഇതും കറുപ്പും തൊടും കുട്ടിട്ട് ഇവനിടും. എൻ്റെ കർത്താവേ, ഇത് എൻ്റെതല്ലേന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആജിസി മോളതാ, ഞാൻ എടുത്തതാണ്. അന്ന് ഞാൻ അവനെ തല്ലാതെ പോയത് എൻ്റെ മര്യാദ. അപ്പോൾ അവനോടുള്ള വാശിക്ക് ഞാൻ എന്താക്കി, ഐലൈനർ എടുത്തോണ്ട് പോകില്ലല്ലോ. പക്ഷെ നല്ല അടിപൊളി സാധന ഗൈസ്. ഞാൻ രാവിലെ അങ്ങാൻ എഴുതിയത്. അന്നതിന് ശേഷം ഞാൻ കുളിച്ച് ഇപ്പോഴും കണ്ണിൻ്റെ പോകുന്നുണ്ട് കേട്ടോ, അത്രമേൽ നല്ലതാണ്. അപ്പം എനിക്ക് കൺമഷി മേടിക്കണം, അതേപോലെ ലിപ്സ്റ്റിക്ക് മേടിക്കണം. ലിപ്സ്റ്റിക്കൊക്കെ ഓൾറെഡി എനിക്കിവിടെ ഉണ്ടായിരുന്നേ. ഒന്നുമെന്ന് വെച്ചാൽ എൻ്റെ എൻ്റെ കെട്ടിയോന് ആര് വരുമ്പോഴും എനിക്കും മകൾക്കും സെപ്പറേറ്റ് ആയിട്ട് ലിപ്സ്റ്റിക്ക് കൊടുത്തോളൂ. അവൾ ലിപ്സ്റ്റിക്ക് ഇടുന്നതുകൊണ്ട് ബ്രാൻഡ് സാധനങ്ങൾ വാങ്ങിക്കൊടുത്തോളൂ. പക്ഷെ അവൾക്ക് വേറെ എനിക്ക് വേറെ കേട്ടോ, മറ്റേ ഞങ്ങൾ അടി കൂടും. അപ്പോൾ ലിപ്സ്റ്റിക്ക് എനിക്ക് കുറേ ലാസ്റ്റ് ചെയ്ത് 2 വർഷത്തോളമൊക്കെ ഞാനൊരു ലിപ്സ്റ്റിക്ക് കഴിക്കും. കാരണം നല്ല ഷോപ്പിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള ഏറ്റവും പ്രൈസുള്ള സാധനം എടുത്ത് കൊടുത്തയക്കും. വാട്ടർ പ്രൂഫ് ആയിരിക്കണമല്ലോ. ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ ടച്ച് ചെയ്യാനാകാമല്ലോ. പിന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ബാലുശ്ശേരി ഒരു ഫാൻസിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് തരും. അവന് ഞാൻ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ അവർക്ക് കമ്പനി കൊടുക്കുന്നുണ്ടല്ലോ, അത് പിന്നെ ലാസ്റ്റ് ചെയ്യുന്നില്ല. അതാട്ടോ എൻ്റെ ചുണ്ടിന് മുകളിലുള്ളത്. അപ്പോൾ ഇത് രണ്ടും മേടിക്കണം. അതേപോലെ കണ്ണിൽ വയ്ക്കാൻ ലെൻസ് മേടിക്കണം, മസ്റ്റായിട്ട് മേടിക്കാം. അവനൊക്കെ ഒഴിയാണ്ടിട്ടുണ്ട് നിൽക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം ഇതിനൊന്നും ഇറങ്ങാതിരുന്നത് ഡോക്ടർ എന്നോട് കട്ടിലിമെന്ന് നീക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട്. അപ്പോൾ എന്തായാലും ഒരു മിക്സർ മതി ഗൈസ് നമ്മുടെ അഹങ്കാരം മാറാൻ എന്നുള്ള നഗ്നസത്യത്തെ ഞാൻ നിങ്ങളിലേക്ക് കൂടി എത്തിച്ചുകൊണ്ട് പല്ല് പോയ സങ്കടം എന്ത് ചെയ്യാനാ, പോട്ടെ. അപ്പോൾ അങ്ങനെയാണ് ഗൈസ്. അപ്പം വീണ്ടും സന്ധിക്കും വരെ വണക്കം. ത്രെഡ് ചെയ്യണമെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ വർഷങ്ങളായിട്ടോ ത്രെഡ് ചെയ്തിട്ട്, ഈ അടുത്ത കാലത്ത് അങ്ങാണ്ട് ഒരു വർഷത്തിന് ശേഷം 2 വർഷത്തിന് ശേഷം അങ്ങ് ത്രെഡ് ചെയ്തിരുന്നു. എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, എൻ്റെ പൊന്നാരച്ചൂസ്. ഞാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ത്രെഡിങ് പഠിപ്പിക്കുകയെന്ന് വെച്ചാൽ, നമ്മുടെ കാലുണ്ടല്ലോ, കാലിൻ്റെ രോമം പിന്നെ ത്രെഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നൂല് എയിമാക്കുക. പിന്നെ നമുക്ക് ത്രെഡ് ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ പഠിക്കുന്ന സ്റ്റുഡൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ത്രെഡ് ചെയ്യുന്ന. അപ്പോൾ എൻ്റെ മുഖം ഞാൻ ആർക്കും വെച്ചു കൊടുക്കില്ല. അപ്പം എൻ്റെ അച്ചൂസ്, എൻ്റെ ഒരേ ഒരു കൂട്ടുകാരിയാണ്. അച്ചൂസ് പറഞ്ഞു, ജെസിയെ അന്നും ത്രെഡ് ഇട്ടേ. പിന്നെന്താ, എനിക്ക് ലോകത്തോളം പോലെ വിശ്വാസം വേറെ ആരെയില്ല. അന്ന് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് 2012-13 ആ ഒരു സമയത്ത് ഒന്നിങ്ങനെയാണ്. ഇന്ന് വരെ റെഡി ആയിട്ടില്ല. ഞാൻ പലപ്പോഴും പറയും, എടി നിനക്ക് തന്നിട്ടാടി ഞാനിങ്ങനെ ആയിപ്പോയത്. എൻ്റെ 2 പിരിവ് 2 സൈഡിലേക്കാണെന്ന് അറിയും. എടുത്തേ വൈക്കാൻ ചോദിക്കുന്നതെന്ന് അറിയോ? എന്നോടാരി എനിക്ക് വെച്ചിരാൻ പറഞ്ഞ്, എനിക്കറിഞ്ഞൂടെ ഞാൻ പഠിക്കുന്നതാന്ന്. പിന്നെന്തോ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ടാണ് 2 പുരികം 2 ഷേപ്പിലായിപ്പോയത്. ഇന്ന് വരെ റെഡി ആയില്ല. അതുകൊണ്ട് വലുങ്ങനെ ത്രെഡ് ചെയ്യാറില്ല. അപ്പോൾ ബൈ വീണ്ടും സന്ധിക്കും വരെ വണക്കം.